ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 ശനിയാഴ്ച. കാർഷിക നിയമങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് നടപ്പാക്കിയതല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 20-30 വർഷമായി ഈ പരിഷ്കാരങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും പുരോഗമനവാദികളായ കർഷകരും പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ കാർഷിക നിയമങ്ങൾ നടപ്പാകുന്നതോടെ താങ്ങുവില ഇല്ലാതാകുമെന്ന പ്രചരണം ഏറ്റവും വലിയ നുണയാണെന്നും മോദി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ 10 കോടി രൂപ തിരികെ നൽകണമെന്ന് ഹൈക്കോടതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വത്തുവകകളുടെ അവകാശി ഗുരുവായൂരപ്പനാണെന്നും ട്രസ്റ്റി എന്ന നിലയിൽ സ്വത്തുവകകൾ സംരക്ഷിക്കൽ മാത്രമാണ് ബോർഡിന്റെ ചുമതലയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ 2ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. രാവിലെ 9:30 എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ ഹാജരായ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് രാത്രി വൈകിയാണ് അവസാനിച്ചത്. അദ്ദേഹത്തെ ED വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാവില്ല. കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പ്രളയകാലത്തും പിന്നീട് കോവിഡ് കാലത്തും കേരളത്തിൽ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സൗജന്യ കിറ്റ് വിതരണം തുടരാനും ധാരണയായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം നേടാനായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. എല്ലാ മേഖലകളിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. വിജയത്തിന്റെ തുടർച്ച എന്നതാണ് പ്രധാനമെന്നും അതിനുവേണ്ടി ക്രമീകരണങ്ങളും തയ്യാറെടുപ്പും നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുന്നതെന്നും വിജയരാഘവൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച മിന്നുന്ന വിജയത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പര്യടനം നടത്താൻ ഒരുങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം ഡിസംബർ 22 മുതൽ തുടങ്ങാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ഒരുങ്ങാൻ CPM തീരുമാനിച്ചതിന്റെ ആദ്യഘട്ടമായി മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം മാറ്റാനാണ് തീരുമാനം. ഇതനുസരിച്ച് ഇന്നലെ വൈകിട്ട് ചേർന്ന ഇടതുമുന്നണി യോഗം മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് CPM തയ്യാറാക്കിയ റൂട്ട് മാപ്പ് അംഗീകരിച്ചു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിജയത്തിന് പിതൃത്വം അവകാശപ്പെടാൻ ഒരുപാട് പേരുണ്ടാകും, എന്നാൽ പരാജയം അനാഥനാണ്. 20-ൽ 19 സീറ്റ് ലഭിച്ചു വന്നപ്പോൾ തനിക്കാരും പൂച്ചെണ്ട് തന്നില്ല. തിരഞ്ഞെടുപ്പ് വിജയം കൂട്ടായ പ്രവർത്തനമാണെന്നാണ് അന്ന് പറഞ്ഞതെന്നും കൂട്ടായ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. BJPയിൽ വിഭാഗീയത ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിൽ ഇടതുമാധ്യമ സിൻഡിക്കേറ്റാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. കൃഷ്ണദാസ് പക്ഷം എന്ന പേരിൽ ഒരു പക്ഷം പാർട്ടിയിൽ ഇല്ലെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും PK കൃഷ്ണദാസ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി അനുമതി. ഈ മാസം 20 മുതൽ പ്രതിദിനം 5000 തീർത്ഥാടകരെ അനുവദിക്കാൻ ആണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടന സമയത്തും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. SSLC +2 പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി CN രവീന്ദ്രനാഥ്. കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മാത്രമേ പരീക്ഷ സംഘടിപ്പിക്കൂവെന്നും ഇപ്പോൾ പാഠഭാഗങ്ങൾ തീർക്കാൻ മുൻഗണന നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ് സാഹചര്യവും പാഠഭാഗങ്ങളുടെ പൂർത്തീകരണവും പരിഗണിച്ചാവും പരീക്ഷ നടത്തുക. ഓരോ പ്രശ്നവും മനസ്സിലാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ ആസൂത്രണം ചെയ്യുന്നതെന്നും മന്ത്രി രവീന്ദ്രനാഥ് പറഞ്ഞു. COVID-19 പശ്ചാത്തലത്തിൽ അടഞ്ഞുകിടക്കുന്ന അങ്കണവാടികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. എല്ലാ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും തിങ്കളാഴ്ച മുതൽ രാവിലെ 9:30 അങ്കണവാടിയിൽ എത്തിച്ചേരേണ്ടതാണ്.
കുട്ടികൾ എത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് എടുക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ രാജി. പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി സുധാ കുറുപ്പാണ് രാജിവെച്ചത്. തന്നെ കാലുവാരി തോൽപ്പിച്ചെന്നും CPM-ൽ ചേരുമെന്നും സുധ പറഞ്ഞു. താങ്ങാവുന്ന ചികിത്സാ ചെലവ് മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി. ഒന്നുകിൽ സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന ഫീസുകളുടെ പരിധി നിശ്ചയിക്കണമെന്നും കോടതി. കോൺഗ്രസ് പാർട്ടി പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല. 99.9% നേതാക്കളും രാഹുൽ ഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ കാർഷിക നിയമങ്ങളുടെ പകർപ്പ് കീറിയെറിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP ഡൽഹി ഘടകം പോലീസിൽ പരാതി നൽകി. സമരത്തിലിരിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ഹത്രസിൽ കൊല ചെയ്യപ്പെട്ട ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരുന്നുവെന്ന് CBI. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾക്കുമെതിരെ കൂട്ടബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ CBI ചുമത്തി. COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച PM കെയേഴ്സ് ഫണ്ടിൽ CAG ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് MP ഖഗോലി ഘോഷ്. BSNL ജീവനക്കാർക്ക് കഴിഞ്ഞ 8 മാസമായി ശമ്പളം കൊടുക്കാത്ത കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ ഘോഷ് രാജ്യം തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായാണ് കാണുന്നതെന്നും അഭിപ്രായപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ CPM MLA BJP-യിൽ ചേരാൻ ഒരുങ്ങുന്നു. ഹാൽദിയ MLA താപ്സി മൊണ്ടലാണ് BJP-യിൽ ചേരാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചത്. ഇന്ന് ബംഗാളിൽ അമിത്ഷാ പങ്കെടുക്കുന്ന റാലിയിൽ വെച്ച് BJP-യിൽ ചേരുമെന്ന് താപ്സി പറഞ്ഞു. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. കേരളത്തിൽ ഇന്നലെ 54,472 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,456 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 23 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,757ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 91 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,722 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 606 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,701 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 58,884 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോഴിക്കോട് 674, തൃശൂർ 630, എറണാകുളം 578, കോട്ടയം 538, മലപ്പുറം 485, കൊല്ലം 441, പത്തനംതിട്ട 404, പാലക്കാട് 365, ആലപ്പുഴ 324, തിരുവനന്തപുരം 309, കണ്ണൂർ 298, വയനാട് 219, ഇടുക്കി 113, കാസർഗോഡ് 78. സംസ്ഥാനത്ത് ഇന്നലെ 5 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്നലെ ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇതോടെ സംസ്ഥാനത്ത് ആകെ 453 ഹോട്ട്സ്പോട്ടുകൾ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തിന് COVID-19 സ്ഥിരീകരിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നും കോവിഡ് ലക്ഷണങ്ങളൊന്നും ഇല്ലെന്നും അതിനാൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുമെന്നും റാവത്ത് ട്വീറ്റ് ചെയ്തു. ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. ഇന്നലെ 26,991 കോവിഡ് രോഗികൾ. മരണം 342. ഇതോടെ ആകെ മരണം 1,45,171. ഇതുവരെ 1,04,825 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 95.49 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.07 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,994 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 1,418 പേർക്കും പശ്ചിമ ബംഗാളിൽ 2,239 പേർക്കും കർണാടകയിൽ 1,222 പേർക്കും ആന്ധ്രയിൽ 458 പേർക്കും തമിഴ്നാട്ടിൽ 1,134 പേർക്കും രോഗം സ്ഥിരീകരിച്ചു.
ആഗോളതലത്തിൽ ഇന്നലെ 6,63,802 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 2,08,870 പേർക്കും, ബ്രസീലിൽ 52,385 പേർക്കും, തുർക്കിയിൽ 26,410 പേർക്കും, റഷ്യയിൽ 28,552 പേർക്കും, ജർമ്മനിയിൽ 31,553 പേർക്കും, ഇംഗ്ലണ്ടിൽ 28,507 പേർക്കും രോഗം ബാധിച്ചു. 11,792 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,329 പേരും, ബ്രസീലിൽ 811 പേരും, ഇറ്റലിയിൽ 674 പേരും, ജർമ്മനിയിൽ 838 പേരും, മെക്സിക്കോയിൽ 718 പേരും, റഷ്യയിൽ 611 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.59 കോടി കോവിഡ് രോഗികളും 16.79 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാന് മേൽ ഇന്ത്യ മിന്നലാക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നുവെന്ന ആരോപണവുമായി പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി UAE-യിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ അബുദാബിയിൽ വാർത്താസമ്മേളനം നടത്തിയാണ് പാക് മന്ത്രി ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത്. ജപ്പാനിലെ കനറ്റ്സു എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ വ്യാഴാഴ്ച രാത്രി കുടുങ്ങിയത് 1000-ലധികം യാത്രക്കാർ. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ 15 കിലോമീറ്ററോളം നീളത്തിലുള്ള ഗതാഗതക്കുരുക്കിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെയാണ് 1000-ലധികം പേർ മണിക്കൂറുകളോളം തങ്ങളുടെ വാഹനങ്ങളിൽ ചിലവഴിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ തോൽവിയറിയാതെ മുന്നേറിയ നോർത്ത് ഈസ്റ്റിനെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി ജംഷഡ്പൂർ FC. രണ്ടാം പകുതിയിൽ അനികേത് ജാദവാണ് ടീമിനായി വിജയ ഗോൾ നേടിയത്. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 62 റൺസിന്റെ ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ 53 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയ ഇന്ത്യ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 244-നെതിരെ ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 191 റൺസിന് പുറത്തായിരുന്നു. 4 വിക്കറ്റ് എടുത്ത അശ്വിനാണ് ഓസീസിനെ തകർത്തത്. ഉമേഷ് യാദവ് 3 വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് വീഴ്ത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.